തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തെ തുടർന്ന് ബി ജെ പി ഈ ഓരോ മണ്ഡലത്തിലും കിട്ടിയ നിയമസഭാ മണ്ഡലങ്ങളിൽ കിട്ടിയ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾക്ക് ക്ലാസ് തിരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, മറ്റ് മുന്നണികളൊന്നും തന്നെ ചെയ്യാത്ത ഒരു രീതിയാണ് ബി ജെ പിക്കുള്ളത്. അത് മണ്ഡലങ്ങൾക്ക് ക്ലാസ് തിരിച്ചു മാറ്റുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. എ ക്ലാസ് മണ്ഡലങ്ങൾ ഒരു 6 മണ്ഡലമുണ്ടായിരുന്നു. തിരുവനന്തപുരവും തൃശ്ശൂരും ഒക്കെ അക്കൂട്ടത്തിൽ വരുന്നതാണ്. തൃശ്ശൂരിനേക്കാൾ മുന്നേ തിരുവനന്തപുരം നേടും എന്നുള്ള രീതിയിലായിരുന്നു ബി ജെ പിയുടെ പ്രവർത്തനം. പക്ഷേ സകല രാഷ്ട്രീയ നിരീക്ഷകരുടെയും ഒക്കെ തന്നെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് 76,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുന്നത്. തിരുവനന്തപുരത്തെ വിജയം എന്ന് പറയുന്നത് അത് തരൂരിൻ്റെ പൂർണ്ണമായ വിജയമായി മാറുന്നില്ല. ബി ജെ പി വിജയത്തോടടുത്ത് നിൽക്കുക ആണ് എന്നുള്ളതാണ്. മുൻകാലങ്ങളിലും അതുതന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഒ രാജഗോപാൽ വിജയത്തോടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇപ്പോഴും അവർ ആ ഒരു ക്ലാസ്സിൽ തന്നെ നിന്നുകൊണ്ടാണ് പ്രവർത്തനം നടത്തുന്നത്. ഇത് നമ്മൾ പിന്നീട് പല മണ്ഡലങ്ങളിലും കണ്ടതാണ്. ഇപ്പോൾ ആലപ്പുഴ പോലുള്ള ഒരു പാർലമെന്റ് മണ്ഡലം ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ അത് എ ക്ലാസ് മണ്ഡലത്തിലേക്ക് മാറി. അത് ശോഭാ സുരേന്ദ്രൻ ആ മണ്ഡലത്തെ ഇളക്കി മറിച്ച് പാർട്ടിയുടെ വിത്ത് പാകുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി ആലപ്പുഴ ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലങ്ങളെങ്കിലും 26-ൽ കേരള നിയമസഭയിൽ എത്തുമെന്ന് കണക്ക് കൂട്ടുന്നത്. ഒന്ന് കായംകുളവും മറ്റൊന്ന് ചെങ്ങന്നൂരുമായിരിക്കും അതെന്നാണ് പാർട്ടിയുടെ ഉറച്ച വിശ്വാസം. ഇതുപോലെ പല ജില്ലകളിൽ നിന്നും ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള കണക്കുകൂട്ടലുകളുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ നേടിയ വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് 34 മണ്ഡലങ്ങൾ ബി ജെ പി കണക്ക് കൂട്ടി വച്ചിരിക്കുന്നത്. അതായത് 9 മണ്ഡലങ്ങളിൽ 9 നിയമസഭാ മണ്ഡലങ്ങളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 40,000-നും 45,000-നും ഇടയ്ക്ക് വോട്ട് നേടിയ മണ്ഡലങ്ങളുണ്ട്. നേമം മണ്ഡലം, നേമമാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ അഭിമാന പോരാട്ടം. ഈ നേമം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് അനൗദ്യോഗിക പ്രഖ്യാപനമാണ്. അത് കേന്ദ്ര അനുമതിയോടുകൂടി തന്നെയാണ്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും മത്സരിക്കുക എന്ന് അദ്ദേഹം തന്നെ തൃശ്ശൂരിൽ വെച്ച് ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെയാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് മത്സരിക്കുക എന്നാണ് അറിയുന്നത്. അദ്ദേഹം ആ മണ്ഡലത്തിൽ അത്രയും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. മണ്ഡലവുമായിട്ട് കൂടുതൽ ബന്ധം ആഴത്തിൽ പതിപ്പിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് മുരളീധരൻ. അപ്പം നേമം, കാട്ടാക്കട, കഴക്കൂട്ടം, എലത്തൂര്, ചെങ്ങന്നൂർ, മലമ്പുഴ, കാസർഗോഡ്, മഞ്ചേശ്വരം, അരൂർ എന്നിങ്ങനെ 9 മണ്ഡലങ്ങളാണ് 40,000-നും 45,000-നും ഇടയിൽ വോട്ട് നേടിയിട്ടുള്ളത്. ഇതില് നേമമായാലും കാട്ടാക്കടയും കഴക്കൂട്ടവും ഏതാണ്ട് വിജയം ഉറപ്പാണെന്നുള്ള മട്ടിൽ തന്നെയാണ് ബി ജെ പിയുടെ പ്രവർത്തനം. ചെങ്ങന്നൂരിൽ പുതിയൊരു കാൽവെപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആലപ്പുഴ ജില്ലയിലെ 2 മണ്ഡലങ്ങളാണ്. അതിനോടൊപ്പം തന്നെ അരൂർ മണ്ഡലവുമുണ്ട്. അപ്പോൾ ഒന്നുകിൽ ആലപ്പുഴ ജില്ലയിലെ അരൂർ മണ്ഡലത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ കായംകുളം മണ്ഡലത്തിലോ ആയിരിക്കും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുക. ഏറെ സാധ്യതയുള്ളത് കായംകുളം മണ്ഡലത്തിലാണ്. കായംകുളം മണ്ഡലത്തില് കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുന്നത് അരിതാ ബാബു ആയിരിക്കും. അരിതാ ബാബു ആണ് മുമ്പ് 2021-ൽ മത്സരിച്ചത്. പ്രതിഭ ഹരിയാണ് അവിടെ CPM-ന്റെ ഇപ്പോഴത്തെ MLA. പക്ഷേ എന്തായാലും അവിടെ ഒരു വനിതകൾ ഏറ്റുമുട്ടുന്ന ഒരു ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകാൻ പോകുന്ന ഒരു മണ്ഡലമായിരിക്കും കായംകുളം. അപ്പോൾ ഈ 9 മണ്ഡലങ്ങളില് ആണ് ഏറെ വിജയസാധ്യത കാണുന്നത്. അത് കഴിഞ്ഞാൽ വരുന്നത് 35,000-നും 40,000-നും ഇടയിൽ വോട്ട് നേടിയിട്ടുള്ള 12 മണ്ഡലങ്ങളാണ് ഉള്ളത്. അത് കോവളം, വട്ടിയൂർക്കാവ്, പാറശാല, ചിറയിൻകീഴ്, കൊട്ടാരക്കര, നാട്ടിക, കൊടുങ്ങല്ലൂർ, പാലക്കാട്, മാവേലിക്കര, പുതുക്കാട്, ഇരിങ്ങാലക്കുട, ഒറ്റപ്പാലം
ഇതിൽ വട്ടിയൂർക്കാവ് പാർട്ടിക്ക് ഏറെ പ്രതീക്ഷയുണ്ട്. വട്ടിയൂർക്കാവ് ഇപ്പോൾ ഏതാണ്ട് ഒരു സ്റ്റാർ മണ്ഡലമായി തന്നെ മാറിയിരിക്കുകയാണ്. കെ മുരളീധരൻ കോൺഗ്രസിലെ തിരികെ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ എത്തും എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഈ 12 മണ്ഡലങ്ങളിൽ മറ്റൊന്നാണ് കൊടുങ്ങല്ലൂർ മണ്ഡലം. കൊടുങ്ങല്ലൂരിൽ BJPക്ക് ഏറെ സാധ്യതയുണ്ട്. ഇവിടെ ഒരുപക്ഷെ കെ സുരേന്ദ്രൻ മത്സരിക്കുമെന്ന് അറിയുന്നുണ്ട്. ഒന്നുകിൽ തൃശ്ശൂരിൽ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിലും പറയുന്നുണ്ട്. എന്നാൽ പാലക്കാടും ഇതിനോടൊപ്പം പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടും BJPക്ക് ഏറെ സാധ്യതയുണ്ട്. ഇരിങ്ങാലക്കുടയില് BJP മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഇടമാണ്. അപ്പോൾ ഈ 12 മണ്ഡലങ്ങൾ 35,000-നും 40,000-നും ഇടയിൽ വോട്ട് നേടിയതാണ്. അതിന് പിന്നാലെ വരുന്നത് 30,000-നും 35,000-നും ഇടയിൽ വോട്ട് നേടിയ മണ്ഡലങ്ങള് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കുന്നത്തൂർ, ആറന്മുള, കരുനാഗപ്പള്ളി, കുണ്ടറ, ചേലക്കര, വടക്കാഞ്ചേരി, മണലൂർ, ഷൊർണൂർ, കോഴിക്കോട്, നെന്മാറ എന്നീ മണ്ഡലങ്ങളാണ്. കോഴിക്കോട് നമുക്കറിയാം കോർപ്പറേഷനിൽ വലിയ നേട്ടമുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിൽ ചില മണ്ഡലങ്ങളൊക്കെ തന്നെ കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലം കൂടിയാണ്. കരുനാഗപ്പള്ളിയും കുണ്ടറയും കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. കരുനാഗപ്പള്ളിയിൽ CR മഹേഷ്, കുണ്ടറയിൽ PC വിഷ്ണുനാഥാണ്. കോൺഗ്രസ്സുകാർ പിന്നെയും ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. PC വിഷ്ണുനാഥിനെ കൊല്ലത്തേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനും പാർട്ടി ആലോചിക്കുന്നുണ്ട്. കാരണം കൊല്ലത്ത് CPM-ന് വലിയ ഒരു തകർച്ച തന്നെ സംഭവിച്ചിട്ടുണ്ട്. മുകേഷ് MLA-യിലൂടെ 2 തവണയായിട്ട് ആ മണ്ഡലത്തിന് ഒന്നും തന്നെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കൊല്ലം നിവാസികൾ പരക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ 34 മണ്ഡലങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും പാർട്ടി മുമ്പോട്ട് പോവുക. ഇത് നരേന്ദ്രമോദി തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരം ഇവിടെ BJP ഏറ്റെടുത്തു കഴിഞ്ഞ് 45 ദിവസത്തിനകം എത്തും എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ആ അവസരത്തിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാർട്ടി ഒരു പ്രഖ്യാപനം തന്നെ അത്തരത്തിലേക്കുള്ള ഈ മാസ്റ്റർ പ്ലാനുമായിട്ട് രംഗത്തേക്ക് വരുന്നതിനുള്ള തുടക്കം കുറിക്കും എന്നാണ് അറിയുന്നത്. എന്തായാലും അത് ജനുവരി 2-ാം വാരത്തോടുകൂടി പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ ഉണ്ടാകും. പൂർണ്ണമായിട്ടല്ല, ആദ്യ ഘട്ടത്തില് ഈ പറയുന്ന 9 മണ്ഡലങ്ങള്, പിന്നീട് 12 മണ്ഡലങ്ങള്, ബാക്കി 12 മണ്ഡലങ്ങൾ ഈ തരത്തിലായിരിക്കും പോവുക. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇവർക്ക് ഏറെ കൂടുതൽ പ്രവർത്തനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ പല നേതാക്കന്മാരും മണ്ഡലം തിരിച്ച് സംസ്ഥാന അധ്യക്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതനുസരിച്ച് പ്രവർത്തിക്കുക, ആ മണ്ഡലങ്ങളുടെ നിങ്ങളുടെ പെർഫോമൻസ് ഏത് തരത്തിലായിരിക്കും എന്ന് വിലയിരുത്തിയിട്ടായിരിക്കും നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം തരിക, മണ്ഡലവും തരിക. അതിനനുസരിച്ചാണ്. അപ്പോൾ ചിലരെ ക്ലാസുകളായിട്ട് മണ്ഡലങ്ങൾ തിരിക്കുക എന്നുള്ളത് BJPയുടെ വേറൊരു രീതിയാണ്. ആ രീതി അനുസരിച്ച് വോട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കണക്കും കൂടി ഇതിന് കൂടുതൽ ബലം നൽകുമെന്നുള്ളതാണ്. അവിടെ നമ്മൾ കണ്ടത് 9 ഇടങ്ങളിൽ 1-ാം സ്ഥാനവും 11 ഇടങ്ങളിൽ 2-ാം സ്ഥാനത്തുമാണ്. അവിടെ 2-ാം സ്ഥാനത്ത് 11 ഇടം എന്ന് പറഞ്ഞാൽ ഈ 1-ാം സ്ഥാനവുമായിട്ട് വലിയ അന്തരമില്ല എന്നുകൂടി ഓർക്കണം. എന്തായാലും ഈ 34 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് 140 മണ്ഡലങ്ങളിലും NDA സ്ഥാനാർത്ഥി ഉണ്ട്. പക്ഷെ 34 മണ്ഡലങ്ങളാണ് അതീവ ജാഗ്രതയോടുകൂടി നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിലേക്കാണ് BJP കടക്കാൻ പോകുന്നത്. അത് എന്തായാലും ഈ 2026 ജനുവരിയിൽ തന്നെ പാർട്ടി ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് മണ്ഡലത്തിൽ രംഗത്തിറങ്ങും എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.